കേവലം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്നതിനപ്പുറത്ത് മുഴുവൻ ഭാരതത്തിനും ദിശാദർശനം നടത്താൻ കഴിയുന്ന ഉജ്ജ്വല പ്രതിഭയാണ് വീര സവർക്കർ. വന്ദേ മാതരത്തോട് എതിർപ്പ്, സവർക്കറോട് എതിർപ്പ്, അങ്ങനെ പലതിനോടും എതിർപ്പ്. 10 വർഷത്തെ ഭരണത്തിന് ശേഷം നമ്മൾ കണ്ടത് എന്താണ്? 25 കോടി ആളുകളെ ദാരിദ്ര്യമുക്തരാക്കി. സവർക്കർ എന്ന് പറയുന്ന ആ ധീരദേശാഭിമാനിയായ ഒരു വ്യക്തിയെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചാൽ എന്താണ് പൊള്ളാനുള്ളത്? എന്താണ് ഈ പ്രശ്നം? ശരിക്കും നമ്മൾ നാടൻ പ്രയോഗമുണ്ടല്ലോ, കൊതിക്കെറുവ്. രാജ്യസഭയിൽ കേരളം എന്ന വാക്ക് അതിനെ സംബന്ധിച്ചുള്ള ചർച്ച വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ ആ വിഷയം ഉന്നയിച്ചപ്പോൾ പ്രകോപിതരായതും അതിനെതിരെ ബഹളം വെച്ചതും കേരളത്തിൽ നിന്നുള്ള 4-5 കമ്മ്യൂണിസ്റ്റ് എംപിമാരാണ്. ജന്മം കൊണ്ട് ഭാരതീയനാണ്, കർമ്മം കൊണ്ട് സായിപ്പാണ്, ഞാൻ സംസ്കാരം കൊണ്ട് ഇസ്ലാമാണ് എന്നൊക്കെ പറയുന്ന ഒരു അവിയൽ വ്യക്തിത്വമാണ് എൻ്റേത് എന്ന് സ്വയം പ്രഖ്യാപിച്ച ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന് ഭാരതത്തോട് വലിയ പ്രതിബദ്ധതയുള്ളതായിട്ടൊന്നും നമുക്കിവിടെ പറയാൻ സാധിക്കില്ല. ഇന്ന് വിശേഷപ്പെട്ട ഒരു അതിഥിയുണ്ട് ജനം ടി വിയോടൊപ്പം. ശ്രീ സദാനന്ദൻ മാസ്റ്ററാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതില്ല, പക്ഷേ കുറേയധികം കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാനുണ്ട്. പ്രധാനമന്ത്രിയുടെ ചെങ്കോട്ടയിലെ പ്രസംഗം മുതൽ നിരവധി കാര്യങ്ങൾ. നേരെ നമുക്ക് അദ്ദേഹത്തോട് വിവരങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്തേ. കുറച്ചു കാലമായി ജനം ടി വിയുടെ ഒരു അഭിമുഖത്തിന് താങ്കളെ ഞാൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. എനിവേ, വളരെയധികം നന്ദി ജനം ടി വിയിലെത്തിയതിന്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് ആഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗമാണ്. ഈ പ്രസംഗത്തിൽ ഏറ്റവും ആകർഷകമായി മാഷക്കായാലും എനിക്കായാലും തോന്നിയൊരു വിഷയം എന്ന് പറയുന്നത് സപ്തധാരയെക്കുറിച്ചാണ്. ഈ സപ്തധാരയിൽ കൃഷി, അതിനുശേഷം വ്യവസായം, അതിനുശേഷം മറ്റു ഇന്നോവേറ്റീവ് സയൻസുകളും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ മൃദു ശേഷികളുമെല്ലാം തന്നെ പരാമർശിച്ച് മനോഹരമായൊരു ഭാവനാസമ്പന്നമായൊരു കാഴ്ചപ്പാട് അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അതിലെ കൃഷി അതിനെ ഊന്നിയ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകി. എന്തായിരിക്കും അതിൻ്റെ ഒരു ഭാവി സ്വഭാവം? ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിരീക്ഷിച്ചതും ഒരു സെൻസസ് എന്ന നിലയിൽ അല്ലെങ്കിൽ പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ നിരീക്ഷിച്ചതും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. മോദിജിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം സത്യത്തിൽ ചരിത്രപരമാണോ എന്ന് പറയേണ്ടി വരും. അത് ഇത്തവണ മാത്രമല്ല, അദ്ദേഹം പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം എല്ലാ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളിലും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആത്മാവ് ആവാഹിച്ചെടുത്തുകൊണ്ട് തന്നിലർപ്പിതമായ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമെന്നുള്ള നിലയിൽ തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റാളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ടീം എന്ന നിലയ്ക്ക് എങ്ങനെ ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന മനോഹരമായ സങ്കല്പം ജനങ്ങളുടെ മുമ്പാകെ അദ്ദേഹം അവതരിപ്പിക്കാറുണ്ട്. അത് കേവലം സങ്കല്പമായി മാത്രം അവശേഷിക്കാറില്ല. അത് സാക്ഷാത്കരിക്കാൻ ആവശ്യമായ കർമ്മ പദ്ധതികൾ, ശാസ്ത്രശുദ്ധമായ നയ നിലപാടുകൾ, അതും കൂടെ ചേർത്തുകൊണ്ടാണ് മോദിജിയുടെ പ്രസംഗത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. നമുക്കറിയാം, ഇതുപോലെ ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണെന്ന് തോന്നുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി ഗരീബി ഹഠാവോ എന്നൊരു മുദ്രാവാക്യം ഉയർത്തിയത്. പക്ഷേ ആ മുദ്രാവാക്യത്തിൻ്റെ തുടർന്നുള്ള പരിണതി എന്താണെന്ന് നമുക്കറിയാം. മോദിജി അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്ന നിലയ്ക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഏതാണ്ട് 37% ആളുകൾ മാത്രമാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളത്. ബാക്കി എല്ലാവരും ദാരിദ്ര്യരേഖയ്ക്ക് കീഴെയായിരുന്നു. അതിൻ്റെ അർത്ഥം ഈ മുദ്രാവാക്യങ്ങളൊന്നും സഫലീകൃതമായില്ല. വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ദിരാഗാന്ധി അങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത്, ദാരിദ്ര്യത്തെ ഉച്ചാടനം ചെയ്യുക. പക്ഷേ സാധ്യമായില്ല. 2014 അധികാരം ഏറ്റെടുത്തതിന് ശേഷം മോദിജിയും ഊന്നൽ നൽകിയത് ദാരിദ്ര്യമുക്ത ഭാരതം എന്ന് തന്നെയായിരുന്നു. ആദ്യത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം ആ കാര്യം പരാമർശിച്ചിട്ടുണ്ട്. 10 വർഷത്തെ ഭരണത്തിന് ശേഷം നമ്മൾ കണ്ടത് എന്താണ്? 25 കോടി ആളുകളെ ദാരിദ്ര്യമുക്തരാക്കി. ഭക്ഷ്യസ്വയം പര്യാപ്തത നേരത്തെ നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഗുണഫലങ്ങൾ സാമാന്യ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്നത് സാധ്യമാകുന്നു. ഭാരതത്തിലെ 80 കോടി ആളുകൾക്ക് എല്ലാ ആഴ്ചയിലും സൗജന്യമായ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു. കർഷകന്മാരെ ഉദ്ധരിക്കാനുള്ള കർമ്മ പദ്ധതികൾ. അപ്പോൾ ആ നിലക്കൊക്കെ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളിലൂടെ എന്താശയമാണോ മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ സാക്ഷാത്കാരത്തിന് ഉതകുന്ന ഏറ്റവും ഉജ്ജ്വലമായ പദ്ധതികളും മോദിജിയുടെ സർക്കാരിൻ്റെതായിട്ട് ഉണ്ടാവുന്നുണ്ട്.
അപ്പോൾ ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഐസൻജി സൂചിപ്പിച്ചതുപോലെ 7 വ്യത്യസ്ത മേഖലകളെ സ്പർശിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് സപ്തശക്തിധാര എന്നാണ്. 7 മേഖലകളിലെ ശക്തി സമാഹരിച്ചുകൊണ്ട് അത് നമ്മുടെ ഭാരതത്തിൻ്റെ ചിരകാല സ്വപ്നം, മോദിജിയിലൂടെ തന്നെ നമ്മൾ കേട്ടത് വികസിത ഭാരതം 2047 സ്വാതന്ത്ര്യത്തിൻ്റെ ശതാബ്ദി വർഷമാകുമ്പോഴേക്കും വികസിത ഭാരതം എന്ന സങ്കല്പത്തിൻ്റെ സാക്ഷാത്കാരം, അതിലേക്കുള്ള ചുവടുവെപ്പിന് പൗരസമൂഹത്തെ ആകെ, സർക്കാരിൻ്റെ മാത്രമല്ല പൗരസമൂഹത്തിൻ്റെ ആകെ പങ്കാളിത്തമാണ് മോദിജി പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ എന്ത് വേണം? പൗരസമൂഹത്തിൻ്റെ മുഴുവൻ, എൻ്റെയും ഐസൻജിയുടെയും താല്പര്യം കൂടിയായിട്ട് ഇത് മാറണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ആ കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ കഴിയണം. ആ നിലയ്ക്കുള്ള സന്ദേശമാണ് മോദിജിയിൽ നിന്നുണ്ടായത്. ഗാന്ധിജി ഗ്രാമാധാരിതമായ വികസന പ്രക്രിയയാണ് നമുക്ക് അഭികാമ്യം എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിറ്റ് നെഹ്റു അതിനെ എതിർത്തു. ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ നടത്തിയ കത്തിടപാടുകൾ, ഇത് സംബന്ധമായി ഏതാണ്ട് 32ഓളം കത്തുകൾ നമ്മുടെ മ്യൂസിയങ്ങളിലുണ്ട്. അപ്പോൾ ആ കത്തിടപാടിൻ്റെ പ്രതിപാദ്യം ഇത് തന്നെയായിരുന്നു, ഈ വിയോജിപ്പിൻ്റെ പ്രകടനമായിരുന്നു. നെഹ്റു വാദിച്ചത് നഗരവൽകൃത വികസന നയം വേണം എന്നതാണ്. ഗാന്ധിജി അതിനോട് യോജിച്ചില്ല, ഗ്രാമാധാരിതമായ വികസന സങ്കല്പം. സത്യത്തിൽ മോദിജിയുടെ നിലപാട് ഗാന്ധിയൻ സങ്കല്പത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ പദ്ധതി നമുക്കറിയാം, സ്വച്ഛ ഭാരത് പദ്ധതി, കർഷകന്മാർക്കുള്ള മറ്റ് ആനുകൂല്യങ്ങൾ, സ്ത്രീ ശാക്തീകരണം, വിദ്യാർത്ഥി സമൂഹം, അങ്ങനെ പലതും. അപ്പോൾ ഇവിടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ കാർഷിക മേഖലയും ഭക്ഷ്യോൽപാദനവും, വാസ്തവത്തിൽ ഭാരതത്തെ ലോക സമൂഹങ്ങൾക്കിടയിൽ കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന പ്രക്രിയ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സാധ്യത, കയറ്റുമതി, ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതിനിണങ്ങുന്ന തരത്തിൽ കാർഷിക മേഖല പുഷ്ടിപ്പെടുത്തണം, കർഷകൻ്റെ വരുമാനത്തിൽ വർധനവുണ്ടാകണം, ജീവിത നിലവാരം ഉയരണം. കാർഷികോൽപ്പന്നങ്ങൾ നമ്മൾ കണ്ടതാണ്, ഏതോ ഒരു കാലത്ത് കർഷകന്മാർ അവരുടെ വിളവുകൾക്ക് വില കിട്ടാത്തതിൻ്റെ പേരിൽ റോഡിലേക്ക് വലിച്ചെറിയുന്ന ഇതൊക്കെ ഭാരതത്തിലുണ്ടായിട്ടുണ്ട്. അതുപോലെ ഉണ്ടാവാതിരിക്കാൻ കർഷകർക്ക് എപ്പോഴും കരുത്തു പകരാൻ കഴിയുന്ന നയങ്ങൾ രൂപപ്പെടുത്തണം എന്നുള്ളതാണ്. ഭക്ഷ്യോൽപാദനവും ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഭക്ഷ്യോൽപാദന രംഗത്ത് നമ്മൾ നേരത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒരു വികസിത രാഷ്ട്രം എന്ന നിലയിലേക്ക് ഉയർന്നു വരാൻ പറ്റുന്ന തരത്തിലുള്ള അടിത്തറ പണിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ കുറവ് പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് മോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഈ കൃഷിയും വ്യവസായവും നമുക്ക് വേറിട്ട് കാണാനാവില്ല. കാർഷിക അധിഷ്ഠിത വ്യവസായങ്ങളുണ്ട്, അതിന് കൃഷിക്ക് വേണ്ട വ്യവസായങ്ങളുണ്ട്, വളം വ്യവസായം, അങ്ങനെയൊക്കെ. കൃഷിയെയും വ്യവസായത്തെയും നമുക്ക് 2 തരത്തിൽ കാണാൻ സാധിക്കില്ല. വ്യവസായ രംഗത്തും ഇതുപോലെ തന്നെ ചില നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, ഈ സപ്തശക്തിധാരയുടെ ഭാഗമായി. അത് എങ്ങനെയാണ് മാഷെന്ന് വിലയിരുത്തുന്നത്? വ്യാവസായിക മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സങ്കല്പം, ലോക സമൂഹത്തിനിടയിൽ ഭാരതം ഒരു വ്യാവസായിക ഉൽപ്പാദന ഹബ്ബായി മാറുക എന്നുള്ളതാണ്. വൈവിധ്യങ്ങളായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ലോക സമൂഹത്തിന് സ്വീകാര്യമാകുന്ന തരത്തിൽ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യ അതിൽ വളരെ പ്രധാനമാണ്. കയറ്റുമതി നയം വളരെ പ്രധാനമാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള കഴിവുള്ള, ഭാവനാസമ്പന്നതയോടെ പ്രവർത്തിക്കുന്ന, സമർപ്പിതരായിട്ടുള്ള ഉൽപ്പാദകന്മാർ, ഓൺട്രപ്രണർമാർ, സംരംഭകന്മാർ, അവരൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടണം. ആ നിലയ്ക്ക് അവർക്ക് സുരക്ഷിതമായൊരു സാഹചര്യം ഒരുക്കുകയും അവരുടെ കഴിവും പ്രതിഭയും നമ്മുടെ നാടിൻ്റെ വ്യാവസായിക ഉന്നതിക്ക് ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കുക എന്ന കാര്യം കൂടി മോദിജിയുടെ സങ്കല്പത്തിലുള്ളതാണ്, അദ്ദേഹം പരാമർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കൃഷിയും വ്യവസായവും പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ പഞ്ചസാര വ്യവസായം, ഒരേ സമയത്ത് കരിമ്പ് കൃഷി, അതേ സമയത്ത് പഞ്ചസാര വ്യവസായം, രണ്ടും പരസ്പര ബന്ധിതമാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നാളികേരം നമുക്ക് കൃഷിയാണ്, എന്നാൽ അതേ സമയത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നാളികേരം ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ കൃഷിയെയും വ്യവസായവും പരസ്പരം ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. അതിന് എന്തൊക്കെ മാർഗങ്ങളാണ് ആവിഷ്കരിക്കേണ്ടത് എന്നത് കൃത്യമായ ഈ പറയുന്ന മേഖലകളിലൊക്കെയുള്ള വിദഗ്ധന്മാരുമായി നിരവധി, ഇപ്പോൾ മോദിജി അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ പ്രസംഗിക്കുന്നതിൽ പ്രഭാഷണം നടത്തുന്നു എന്ന് വരുന്നത് വായിൽ തോന്നിയത് പാട്ട് എന്ന നിലയ്ക്കല്ലല്ലോ.
അതിനൊരു തയ്യാറെടുപ്പുണ്ടാകും. ഗവേഷണ പ്രബന്ധത്തിൻ്റെ സ്വഭാവം അത് തീർച്ചയായിട്ടും ഒരു ഗവേഷണ പ്രബന്ധം തന്നെ എന്ന നിലയ്ക്ക് നമ്മളതിനെ കാണേണ്ടി വരും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ്, ആശയവിനിമയം ഇതൊക്കെ നടന്നിട്ടുണ്ടാകും. ആ രീതിയിലുള്ള ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്നതാണ്. ലോക സമൂഹങ്ങൾക്കിടയിൽ ഭാരതം ഒരു വ്യവസായ ഹബ്ബ് എന്ന നിലയ്ക്ക് തന്നെ ഉയർന്നു വരും എന്നുള്ളതാണ്. തീർച്ചയായും മറ്റു പ്രധാനപ്പെട്ട 2 ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് ആ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയത്, ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഗതിശക്തി എന്ന് പറയുന്ന ഒരു വിഷയം അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അത് നമ്മുടെ ഭാരതത്തിൻ്റെ തീർച്ചയായും കണക്ടിവിറ്റിയൊക്കെ വലിയ രീതിയിൽ മാറ്റം വന്ന ഒരു സാഹചര്യമുണ്ട്. ദേശീയപാത വികസനമൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതുപോലെ തന്നെ റെയിൽവേ വികസനം നമുക്ക് അനുഭവവേദ്യമാകുന്നു. എയർപോർട്ടുകളുടെ വികസനം, എണ്ണത്തിൽ എയർപോർട്ടുകൾ ഇരട്ടിയിലേറെ വർദ്ധിച്ചൊരു സാഹചര്യം നേരിട്ട് കാണുന്നു. ഓരോ മാസവും ഓരോ എയർപോർട്ട് തരത്തിൽ പുതുതായി ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈ രംഗത്ത് ഭാരതത്തിൻ്റെ കണക്ടിവിറ്റി അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഇത്തരത്തിലുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ ഏത് രീതിയിലുള്ളൊരു പുരോഗതി യുവാക്കൾക്കുൾപ്പെടെ എങ്ങനെയാണ് ലഭ്യമാവുന്നത്? ഇതിൽ നമുക്കിവിടെ ഒരു സ്ഥിതിവിവര കണക്ക്, അതായത് 2014 എന്ന് പറയുമ്പോൾ നവഭാരതത്തിൻ്റെ ഒരു ദിശാമാറ്റത്തിൻ്റെ വർഷമാണ്. മോദിജി പ്രധാനമന്ത്രിയായി ദേശീയ ജനാധിപത്യ സഖ്യം BJP ഭാരതത്തിൻ്റെ സമ്പൂർണമായ ഭൂരിപക്ഷത്തോടു കൂടി അധികാരം കയ്യേറ്റ വർഷം. 2014 മുമ്പ് ഭാരതത്തിലെ ദേശീയ പാതകളുടെ ദൈർഘ്യം 91,000 കിലോമീറ്റർ മാത്രമായിരുന്നു. 47 മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 10-60 വർഷം കൊണ്ട് നമുക്കുണ്ടാക്കാൻ സാധിച്ചതാണ്. പക്ഷേ 10 വർഷത്തിന് ശേഷം 2024 കണക്കനുസരിച്ച് 1,40,45,000 കിലോമീറ്റർ ഹൈവേകൾ ഇന്ന് ഭാരതത്തിലുണ്ട്. അപ്പോൾ നോക്കൂ, 91,000-ൽ നിന്നാണ് 1,40,45,000-ലേക്ക് നമ്മൾ വരുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 6 ദശാബ്ദക്കാലത്തിനിടയിൽ സാധിച്ചതിൻ്റെ എത്രയോ ഇരട്ടി 10 വർഷം കൊണ്ട് നമുക്ക് സാധ്യമായിരിക്കുന്നു. അതുപോലെ റോഡ് ശൃംഖല 65 ലക്ഷം കിലോമീറ്ററാണ് സംസ്ഥാന പാതകൾ. ആ നിലയ്ക്ക് നല്ല ഗുണനിലവാരമുള്ള റോഡ്, സാധാരണ ഗ്രാമീണ റോഡുകൾ, ജില്ലാ റോഡുകൾ അത് വേറെ, സംസ്ഥാന പാതകളും ദേശീയ പാതകളും ചേർത്ത് 65 ലക്ഷം കിലോമീറ്റർ ദൈർഘ്യം റോഡുകൾക്കുണ്ട്. ഇപ്പോൾ റെയിൽവേയെ സംബന്ധിച്ചും ഐസൻജി പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് ഭാരതത്തിൻ്റെ മാറിയ മുഖം കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ പോയാൽ മതി. ബയോ ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കിയത് ഈ കഴിഞ്ഞ 2014 ശേഷമാണ്. ഏറ്റവും വൃത്തിഹീനമായ ഇടമായിരുന്നു റെയിൽവേ സ്റ്റേഷനുകൾ. ഇന്നതെല്ലാം മാറിയിരിക്കുന്നു. ഏറ്റവും ആധുനിക സംവിധാനത്തോടുകൂടി ഹൈഡ്രജൻ ട്രെയിൻ ഓടിത്തുടങ്ങിയിരിക്കുന്നു. അതും ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രജൻ ട്രെയിൻ. വന്ദേ ഭാരത് ട്രെയിനുകൾ നമ്മുടെ ഒന്നും സങ്കല്പത്തിലേ ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ ആദ്യകാലത്തൊക്കെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ എന്താണ് അനുഭവം നമുക്കറിയാമല്ലോ. ആ അവസ്ഥയിൽ നിന്ന് ബഹുദൂരം നമ്മൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്രയധികം വികസനം റെയിൽവേക്കുണ്ടായിട്ടും റെയിൽവേ യാത്രക്കാരുടെയോ ചരക്ക് ഗതാഗതത്തിൻ്റെയോ റേറ്റ് കൂട്ടിയിട്ടില്ല. നമ്മൾ 2014 എത്ര കൊടുത്താണോ യാത്ര ചെയ്യുന്നത് അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കൊടുക്കുന്നത്. ഇടയ്ക്കെപ്പോഴും ഒരു നാമമാത്രമായ വർധന വരുത്തി എന്നുള്ളതല്ലാതെ. എന്ന് വെച്ചാൽ ജനക്ഷേമകരമായി എങ്ങനെ സാധ്യമാക്കാം ഈ കണക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഗതിശക്തി എന്നതിൻ്റെ ഉദാഹരണമാണ്. വിമാനത്താവളങ്ങളെക്കുറിച്ച് പറഞ്ഞു. മോദിജിയുടെ ലക്ഷ്യം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ചെറു വിമാനത്താവളങ്ങൾ എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ എത്തും, യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം ഭാരതത്തിൻ്റെ മൃദു ശക്തി. ഈ മൃദുശക്തിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാംസ്കാരികവും അതുപോലെ തന്നെ കലാപരവുമായ ഒരു വൈവിധ്യത്തിൻ്റെ കേന്ദ്രമാണ് ഭാരതം. എണ്ണിയാലൊടുങ്ങാത്ത സാംസ്കാരിക വൈവിധ്യങ്ങൾ നമുക്കുണ്ട്. ഇത് ഒരു ലോകത്തിൻ്റെ വികസന പാന്താവിലേക്ക് നമ്മളെ നയിക്കുന്നതിന് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുക? അത് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഭൗതികമായ നമ്മുടെ ഉന്നതിയോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് ശരീരം പുഷ്ടിപ്പെടണം. അതുകൊണ്ട് മാത്രമായില്ല, ശരീരത്തിനുള്ളിൽ ഉറച്ച മനസ്സുണ്ടാകണം. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ അത് തന്നെയാണ്. പോയി ഫുട്ബോൾ കളിച്ചിട്ട് വരൂ, എന്നിട്ട് ഗീത പഠിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗീത പഠിക്കാൻ വന്നവരോട് അദ്ദേഹം ഉദ്ദേശിച്ചു ആദ്യം ഫുട്ബോൾ കളിക്കുക, മൈതാനമുണ്ട് അവിടെ പോയി കളിച്ചിട്ട് വരും. അപ്പോൾ ശരീരം ബലപ്പെടുന്നു, അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നു. അതോടൊപ്പം സാംസ്കാരികമായ ഉന്നതിയും നമുക്ക് കൈവരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഈ വികസനം അർത്ഥപൂർണ്ണമാകുന്നത്. അല്ലാതെ ഇപ്പോൾ കെട്ടിടങ്ങളുണ്ടാവുന്നു, റോഡുകളുണ്ടാവുന്നു, പാലങ്ങളുണ്ടാവുന്നു, വിമാനത്താവളങ്ങളുണ്ടാവുന്നു, അതുകൊണ്ട് മാത്രമായില്ല. ഇതിൻ്റെ എല്ലാം ഗുണഭോക്താക്കളായിട്ടുള്ള പൗരസമൂഹം മുഴുവൻ സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാൻ കഴിയണം. ആ ഉന്നതി കൈവരിക്കാൻ കഴിയുന്നതിന് അദ്ദേഹം എടുത്തു പറഞ്ഞ യോഗ,
നോക്കൂ, അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന നിലയ്ക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലോകം മുഴുവൻ യോഗയിലേക്ക് എത്തിച്ചേരാനുണ്ടായ നിമിത്തം നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗമാണ്. മനഃശാന്തി ആഗ്രഹിക്കുന്നവരാണ് ഭാരതത്തിൽ ഉള്ള എല്ലാവരും. അതുകൊണ്ടാണ് അവർ യോഗയെ അവരുടെ ജീവശാസ്ത്രമായി സ്വീകരിച്ചത്, ജീവൻ നിലനിർത്താനുള്ള ഒരു ശാസ്ത്രമായി സ്വീകരിച്ചത്. അത് നമുക്ക് ലോകസമാധാനത്തെക്കുള്ള ചർച്ചക്കിടയിലാണ് അദ്ദേഹം ഈ ആശയം വെച്ചത്. ലോകസമാധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന നമ്മുടെ ഉള്ളിൽ എത്ര സമാധാനമുണ്ട്, അതാണ് അദ്ദേഹം ഉയർത്തിയ ചോദ്യം. ആ സമാധാനം കൈവരിക്കാൻ യോഗയെ ആശ്രയിക്കുക. യാതൊരു എതിരഭിപ്രായമില്ലാതെ UN അത് സ്വീകരിക്കുന്നു, ലോകരാജ്യം മുഴുവൻ അതിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ സാംസ്കാരികമായി നമ്മുടെ ഉന്നതി കൈവരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് മൃദുശക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സംസ്കാരത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചപ്പോഴാണ് ഗൗരവമേറിയൊരു രാഷ്ട്രീയ വിഷയം ഇപ്പോൾ ഈ കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. അത് സവർക്കറെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിച്ച, അല്ലെങ്കിൽ ക്വിസ് മത്സരത്തിൽ അങ്ങനെ ഒരു ചോദ്യം എഴുതിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇന്ന് കോടതിയിലെത്തി അത് വലിയ വിഷയങ്ങളായി മാറി. കോടതി തിരിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എന്തുകൊണ്ടാണ് അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ഓഫീസറെ നടപടിയുടെ പരിധിയിൽ കൊണ്ടുവരാത്തതെന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നീതിയുക്തമായ ചില ചോദ്യങ്ങളൊക്കെ അവിടെ വന്നു കഴിഞ്ഞു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത് എന്തായിരിക്കും ഇപ്പോൾ സവർക്കർ എന്ന് പറയുന്ന ആ ധീരദേശാഭിമാനിയായ ഒരു വ്യക്തിയെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചാൽ എന്താണ് പൊള്ളാനുള്ളത്? എന്താണ് ഈ പ്രശ്നം? ഇത് ശരിക്കും നമ്മൾ നാടൻ പ്രയോഗമുണ്ടല്ലോ, കൊതിക്കെറുവ് എന്ന് വെച്ചാൽ ഐസൻജി ചെയ്യുന്നൊരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, അതിൻ്റെ പേരിൽ എനിക്കൊരു നീരസം എൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്നു, ഈർഷ്യയായി അത് പുറത്തേക്ക് വരുന്നു. ഇങ്ങനെ മാത്രമേ അതിനെ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് സവർക്കറെക്കുറിച്ച് ഒരു ചോദ്യം, അതും ടൈ ബ്രേക്കറാണ്. ആ ചോദ്യം ഒരു സാധാരണ നിലക്കുള്ള നിശ്ചയിക്കപ്പെട്ട ജനറൽ ക്വസ്റ്റ്യൻസ് അല്ല. എപ്പോഴെങ്കിലും കുട്ടികൾ തമ്മിൽ ഒരേ മാർക്കിലൊക്കെ അപ്പോഴാണല്ലോ ടൈ ബ്രേക്കർ എന്ന നിലക്ക് മറ്റൊരു ചോദ്യം കൊടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയ ചോദ്യമാണ് സവർക്കറെക്കുറിച്ചുള്ള ചോദ്യം. ഏറ്റവും കാലം ജയിലിൽ കഴിയേണ്ടി വന്ന സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയ്ക്ക് 50 വർഷമാണ് അദ്ദേഹത്തിന് തടവ് ശിക്ഷ വിധിച്ചത് കോടതി. പക്ഷേ 50 വർഷവും അനുഭവിക്കേണ്ടി വന്നിട്ട് 27 വർഷം തടവ് ശിക്ഷ അനുഭവിക്കുന്നു. പിന്നെ അദ്ദേഹം പുറത്തിറങ്ങും. പുറത്തിറങ്ങിയ സവർക്കറിനെ വീട്ടുതടങ്കലിൽ വയ്ക്കുന്നു. ആ നിലയ്ക്ക് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വേട്ടയാടി. ആ ദേശാഭിമാനി കേവലം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി മാത്രമായിരുന്നില്ല, അദ്ദേഹം എണ്ണം പറഞ്ഞൊരു കവിയായിരുന്നു. അദ്ദേഹം എഴുതിയ സ്വാതന്ത്ര്യ കവിതകൾ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കവിതകൾ ഉജ്ജ്വലമായ അഗ്നി ജ്വലിപ്പിക്കാൻ സാധിക്കുന്നവരാണ്. അദ്ദേഹം ഒരു ഗ്രന്ഥകാരനാണ്. കവി എന്നതിനപ്പുറത്ത് സർഗവൈഭവം പ്രകടമാക്കുന്ന ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് അദ്ദേഹം ഒരു ബൃഹത്തായ ഗ്രന്ഥം തയ്യാറാക്കിയത്. അദ്ദേഹം വിദേശത്തുണ്ടായിരുന്നപ്പോഴാണ് ആ ഗ്രന്ഥം പൂർത്തിയാക്കിയതും പ്രസിദ്ധീകരിച്ചതും. പക്ഷേ ഭാരതത്തിലത് ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചു. ആ പുസ്തകം ഭാരതത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നേ ആ പുസ്തകം നിരോധിക്കുന്നു. നിരോധിച്ച പുസ്തകം അദ്ദേഹം പല വഴിക്ക് ഭാരതത്തിൽ എത്തിക്കുന്നു. അപ്പോൾ ഈ നിലയ്ക്ക് ഭാരതത്തിൻ്റെ തനിമയെ ആവിഷ്കരിക്കാൻ കഴിയുന്ന എന്തെല്ലാമുണ്ടോ അതിനെയെല്ലാം ആശ്രയിച്ച ആളാണ് വീര സവർക്കർ. അപ്പോൾ കേവലം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്നതിനപ്പുറത്ത് മുഴുവൻ ഭാരതത്തിനും ദിശാദർശനം നടത്താൻ കഴിയുന്ന ഉജ്ജ്വല പ്രതിഭയാണ് വീര സവർക്കർ. അപ്പോൾ അങ്ങനെയുള്ള സവർക്കറെക്കുറിച്ചുള്ള ചോദ്യം കുട്ടികളിലേക്ക് എത്തിയാൽ സവർക്കറെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള താല്പര്യം കുട്ടികളിൽ സ്വാഭാവികമായിട്ട് വളരും. ഈ പരിപാടി സംഘടിപ്പിച്ചത് കാസർഗോഡ് ജില്ലയിലെ കുമ്പള എന്ന സബ് ജില്ലയിൽപ്പെട്ട സാമൂഹ്യശാസ്ത്ര ക്ലബ്ബാണ്. സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ ദൗത്യം എന്താണ്? നമ്മുടെ ഭാരതത്തിൻ്റെ സാമൂഹികമായ എല്ലാ അസ്തിത്വത്തെയും കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിൽ സ്വാതന്ത്ര്യദിന ക്വിസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് മറക്കാനാവാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്ന നിലയ്ക്ക് സവർക്കറെ അവതരിപ്പിക്കുക. അതിനാണ് സസ്പെൻഷൻ എന്ന നിലയിലേക്ക് ഏറ്റവും നമ്മളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശം. അത് ആ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ DGE കൊടുത്ത സസ്പെൻഷൻ ഉത്തരവിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എന്ന് പറയുന്നുണ്ട്. ഇതെത്ര അപകടകരമാണെന്ന് നോക്കൂ. വിദ്യാഭ്യാസ മന്ത്രിയുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ നമുക്കറിയാം സവർക്കറെ സഹിക്കാൻ കഴിയുന്ന മനോഭാവമുള്ള ആളല്ല. അദ്ദേഹത്തെ വളർത്തിയെടുത്ത പാർട്ടി നമുക്കറിയാം. വിഭജനത്തിന് ഉത്തരവാദികളായ ആളുകളൊക്കെ ചേർന്ന് രൂപപ്പെടുത്തി അവർ പറയുന്നുണ്ട് ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തരം മറ്റൊരു ലീഗാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും
അവരെ നയിക്കുന്ന വികാരം ആ വിഭജന പ്രവണത തന്നെ. സ്പിരിറ്റ് അതാണ്, സംശയമേതുമില്ല. ആ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഇത് അദ്ദേഹം കയ്യോടെ അതിൽ അടിയൊപ്പ് വയ്ക്കുകയാണ്. അങ്ങനെയാണ് സസ്പെൻഷൻ. ഇത് കേരളം ചർച്ച ചെയ്യണം. വാസ്തവത്തിൽ എന്തുകൊണ്ട് സവർക്കർ നിഷിദ്ധനാകുന്നു നമ്മുടെ കേരളത്തിന്? സവർക്കർ എന്തുകൊണ്ട് കുട്ടികൾക്ക് സ്വീകാര്യനായിക്കൂടാ എന്നൊരു ചോദ്യം ഉയരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പാർലമെൻറ്റിൽ, രാജ്യസഭയിൽ കേരളം എന്ന വാക്ക്, അതിനെ സംബന്ധിച്ചുള്ള ചർച്ച വന്നപ്പോൾ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ ഈ വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചത്. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ ആ വിഷയം ഉന്നയിച്ചപ്പോൾ പ്രകോപിതരായതും അതിനെതിരെ ബഹളം വെച്ചതും കേരളത്തിൽ നിന്നുള്ള 4-5 കമ്മ്യൂണിസ്റ്റ് MP-മാരാണ്. ലീഗിൻ്റെ പ്രതിനിധി അവിടെയുണ്ട്, കോൺഗ്രസിൻ്റെ വനിതാ പ്രതിനിധിയുണ്ട്. ഇവരെക്കാളൊക്കെ ആവേശത്തോടെ ഞാൻ ഉന്നയിച്ച ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ രംഗത്ത് വന്നത് ഈ കമ്മ്യൂണിസ്റ്റ് MP-മാരാണ്. എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം കേരളം ഭരിക്കുന്നത് UDF സർക്കാരാണ്, ലീഗും കോൺഗ്രസും ചേർന്ന കൂട്ടുകെട്ടാണ്. അവരാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രതിരോധിക്കാനുള്ള ആദ്യത്തെ ഉത്തരവാദിത്വം അവർക്കാണ്. പക്ഷെ അവർ നിശബ്ദരായിരിക്കുന്നു, ഇവർ ആക്രാമികമായി പ്രതിരോധിക്കുന്നു. ഇത് അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. മറ്റൊന്ന്, ഇതിന് ശേഷം ഞാൻ നടത്തിയ പ്രസംഗത്തിൻ്റെ അനുബന്ധമായി സുധാംശു ത്രിവേദി, നമ്മുടെ പാർട്ടിയുടെ ദേശീയ വക്താവ്, അദ്ദേഹം സംസാരിക്കുമ്പോഴും ഇത്തരം വിഷയങ്ങൾ കടന്നു വന്നപ്പോൾ ഇവർ തന്നെയാണ്, മറ്റ് ആളുകളല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി MP-മാരാണ് അദ്ദേഹത്തെയും ചോദ്യം ചെയ്തത്. അപ്പോൾ ആ നിലയ്ക്ക് സവർക്കറെക്കുറിച്ച് പറയുമ്പോൾ, സവർക്കറെ വളർത്തിയെടുത്ത ഈ ഭാരതത്തിൻ്റെ സംസ്കൃതിയെക്കുറിച്ച് പറയുമ്പോൾ, സവർക്കർ ഉദ്ഘോഷിക്കാൻ ആഗ്രഹിച്ച ഹിന്ദുത്വ ആശയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അസഹിഷ്ണുതയോടെ പെരുമാറുന്നൊരു രീതി പരമോന്നത സഭയിലും കാണുന്നു. പക്ഷേ നമുക്കത് ചെറുക്കാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് കേരളത്തിൻ്റെ ശബ്ദം ഇതാണ് എന്ന് സ്ഥാപിക്കപ്പെട്ട സാഹചര്യത്തിലാണ്, അതല്ല മറ്റ് ശബ്ദവും ഉണ്ട് കേരളത്തിൽ നിന്ന് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ നമുക്കായി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ചരിതാർത്ഥ്യജനകമാണത്. തീർച്ചയായും ഒരു ഉത്തരം ഇപ്പോൾ മാഷ് പറയേണ്ടതുണ്ട്. അതായത് ആ ഉത്തരം ജനം TV-യിലൂടെ പറയേണ്ടത് ഒരു ചരിത്ര വസ്തുതയാണ്. അതായത് ഇന്ന് ഹൈക്കോടതിയിൽ, അല്ലെങ്കിൽ ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നത്, അദ്ദേഹം ജയിലിൽ കിടന്നതിന്, സവർക്കർ ജയിലിൽ കിടന്നതിന് ആധികാരികമായ തെളിവുകളില്ല എന്നാണ്. അതിന് ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ചരിത്രം പഠിച്ച വ്യക്തി എന്ന നിലയിൽ, ഒരു MP എന്ന നിലയിൽ അതിനൊരു മറുപടി, എനിക്കല്ല സർക്കാരിൻ്റെ ഈ ഉത്തരത്തിനൊരു മറുപടി പറയണം. ഇതിൽ ഇവരെയൊക്കെ കൂപമണ്ഡപങ്ങൾ എന്ന് വിളിക്കണോ അതോ ഉത്തരം നാങ്ങുന്ന പല്ലികൾ എന്ന് വിളിക്കണോ എന്നൊക്കെയുള്ള ആശങ്കയിലാണ് ഞാനുള്ളത്. അതായത് വീര സവർക്കർ ഇപ്പം അണ്ടമാൻ നിക്കോബാർ ജയിലിൽ പോയാൽ അദ്ദേഹത്തെ താമസിപ്പിച്ച സെല്ലുലാർ ജയിലിൻ്റെ ഏകാന്ത തടവായിരുന്നു അദ്ദേഹത്തിന്. ആ മുറിയിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ചുവരിൽ കരിക്കട്ട കൊണ്ട് മറ്റൊന്ന് കല്ലുകളൊക്കെ ഉപയോഗിച്ച് എഴുതിയ ലിഖിതങ്ങൾ നമുക്കിപ്പോഴും കാണാം. ജയിലിൽ കഴിയുമ്പോൾ അദ്ദേഹം ദേശഭക്തി ജ്വലിപ്പിക്കുന്ന അനേകം കവിതാശകലങ്ങൾ അവിടെ കുറിച്ചിട്ടിട്ടുണ്ട്. അത് കാണുന്നവർക്ക് ബോധ്യമാകും എന്തായിരുന്നു സവർക്കർ എന്നുള്ളത്. അദ്ദേഹത്തെ കൈകൾക്കും കാലുകൾക്കും ചങ്ങലക്കിട്ടാണ് അദ്ദേഹത്തെ ജയിലിൽ ശ്രദ്ധിച്ചിരുന്നത്. എണ്ണയാട്ടുന്ന ചക്ക് പൊതുവെ അന്ന് കാളകളെയൊക്കെ ഉപയോഗിച്ചാണല്ലോ ഇങ്ങനെ തിരിക്കുന്നത്. ഇദ്ദേഹത്തെ അതിനോട് ബന്ധിച്ച് ഈ ചക്കാട്ടുന്ന രീതി ഉണ്ടാക്കിയത്. ഇതൊക്കെ ചരിത്ര വസ്തുതകളാണ്. അദ്ദേഹത്തെ ജയിൽ 2 ഇരട്ട ജീവപര്യന്തമാണ് ബ്രിട്ടീഷ് കോടതി കൽപ്പി. ഇതൊക്കെ രേഖകളാണ്. ഇരട്ട ജീവപര്യന്തം, അതാണ് ഇപ്പോൾ 50 വർഷം എന്ന നിലയിലേക്ക് ജീവപര്യന്തം തടവ് എന്ന നിലയ്ക്ക് വന്നത്. ഈ നിലയ്ക്കുള്ള ചരിത്ര വസ്തുതകൾ നിലനിൽക്കെയാണ് ചരിത്ര നിഷേധം എന്ന നിലയ്ക്ക് ഇവർ പറയുന്നത്. കോടതി നിശ്ചയമായും ഈ കാര്യത്തിൽ കേസ് വന്ന സമയത്തു തന്നെ കോടതി ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് സസ്പെൻഷൻ? ഈ കാര്യത്തിൽ നിങ്ങൾക്ക് രസിക്കാത്തതോ രുചിക്കാത്തതോ ആയ എന്തെങ്കിലും നടപടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഒരു അധ്യാപകൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മറ്റു മാർഗങ്ങളുണ്ട്. അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കാം. എന്തുകൊണ്ട് സവർക്കറെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല? ശരി, എന്തുകൊണ്ട് ഈ ചോദ്യമില്ല? അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണമായിരുന്നു. ഇതൊന്നും ഉണ്ടാകുന്നില്ല. ഇവർ ധരിച്ചു വെച്ച നാമമാത്രമായാലേ അരവൈദ്യൻ ആളെ കൊല്ലും എന്നാണല്ലോ. ഏറ്റവും പരിമിതമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത നിലപാടാണ്. തീർച്ചയായിട്ടും കോടതിയിൽ അത് വരും. കോടതിയിൽ അധ്യാപകൻ്റെ ഭാഗം വാദിക്കാൻ നിയോഗിക്കപ്പെടുന്ന അഭിഭാഷകന് ചരിത്ര വസ്തുതകളുടെ പിൻബലത്തിൽ ആ ഭാഗത്തെ ന്യായീകരിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ ചോദിക്കേണ്ടതായിരുന്നു. ആ വിഷയം നമ്മൾ സവർക്കറുടെ കാര്യമായി സംഭാഷണം നടത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ വരേണ്ട ഒരു ചോദ്യമായിരുന്നത്.
പക്ഷേ ഇപ്പോൾ അത് വീണ്ടും കൃത്യമായി എനിക്കത് ഓർമ്മയിൽ വന്നപ്പോൾ ഞാൻ ചോദിക്കുകയാണ്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വന്ദേ മാതരത്തോട് എതിർപ്പ്, സവർക്കറോട് എതിർപ്പ്, അങ്ങനെ പലതിനോടും എതിർപ്പ്. ഈ എതിർപ്പിന് ഒരു രാഷ്ട്രീയ മുഖം കേരളത്തിലുണ്ട്. ആ രാഷ്ട്രീയ മുഖം ഇത്രയും വികൃതമായ രീതിയിൽ കാണപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് രംഗം കൂടിയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് മാഷ് ഈ ഒരു പ്രശ്നത്തെ, ഇത് അഭിസംബോധന ചെയ്തേ പറ്റൂ, ഈ പ്രശ്നം ഇങ്ങനെയുണ്ട് എന്ന് വിമർശിച്ച് പോരാ, നമ്മളെല്ലാവരും അതിനെ മുൻകൈയെടുത്തിറങ്ങി അതിനെ അഭിസംബോധന ചെയ്യുകയും അത് തിരുത്തുകയും വേണം. ഒരു എന്താ പറയുക, ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ അത് തിരുത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് മാഷ് അത് വിഭാവനം ചെയ്യുന്നത്? നന്നായി ഈ ഒരു ചോദ്യം ഐസൻജി ചോദിച്ചത്. കാരണം കേരളീയ സമൂഹത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം അത് വിശദീകരിക്കുമ്പോൾ ഒരുപാട് കരുതലെടുക്കേണ്ടതുണ്ട്. ഞാൻ കാണുന്നത് കേരളത്തിൻ്റെ വൈചാരിക മേഖല അല്ലെങ്കിൽ ബുദ്ധിപരമായ വ്യവഹാരം അതിനെ സ്വാധീനിക്കാൻ 3 പ്രധാന ശക്തികൾ പരിശ്രമിക്കുന്നുണ്ട്. 1 മാർക്സിയൻ ചിന്താധാര വെച്ച് പുലർത്തുന്നവർ, 2 നെഹ്റുവിയൻ ചിന്താധാര വെച്ച് പുലർത്തുന്നവർ, 3 മൗദൂദിയൻ ചിന്താധാര വെച്ച് പുലർത്തുന്നവർ. ഈ 3 ചിന്താധാരകളുടെയും പൊതുവായ ഒരു രീതി എന്ന് പറയുന്നത് ഇവർ 3 പേർക്കും തടസ്സമായി തീരുന്നത് ഭാരതീയ ദർശനമാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും എല്ലാ തരക്കാരെയും മനുഷ്യരെ മാത്രമല്ല പ്രകൃതിയെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഇൻക്ലൂസീവ്നെസ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നിലപാടും കാഴ്ചപ്പാടും ആശയവും ദർശനവും അത് ഭാരതത്തിനായിട്ടുണ്ട്. ആ ദർശനത്തിൻ്റെ നേരാവിഷ്കാരം സാധ്യമാകുമ്പോൾ ഈ പറയുന്ന വിഭാഗീയത ജനങ്ങളിൽ പടർത്തുന്ന ഈ 3 ആശയഗതികളും ഇല്ലാതെയാകും. അത് കേരളത്തിലും സംഭവിക്കും എന്നവർക്ക് ഉറപ്പുണ്ട്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി സംഘടിതമായി ഈ പറയുന്ന തരത്തിലുള്ള ദുർബോധനപ്പെടുത്തൽ, ആശയത്തെ വക്രീകരിച്ചുകൊണ്ട്, സവർക്കറെ വികലമാക്കി ചിത്രീകരിച്ചുകൊണ്ട്, വന്ദേ മാതര ഗാനം അത് മതപരമായ ഒരു സവിശേഷതയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ നടത്തുന്ന പ്രവർത്തനം അതുകൊണ്ടാണ്. നോക്കൂ, നെഹ്റുവിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ജന്മം കൊണ്ട് ഭാരതീയനാണ്, കർമ്മം കൊണ്ട് സായിപ്പാണ്, ഞാൻ സംസ്കാരം കൊണ്ട് ഇസ്ലാമാണ് എന്നൊക്കെ പറയുന്നൊരു അവിയൽ വ്യക്തിത്വമാണ് എൻ്റേത് എന്ന് സ്വയം പ്രഖ്യാപിച്ച ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന് ഭാരതത്തോട് വലിയ പ്രതിബദ്ധതയുള്ളതായിട്ടൊന്നും നമുക്കെവിടെയും പറയാൻ സാധിക്കില്ല. പക്ഷേ ഉണ്ട്, ശരിയാണ്, കാശ്മീരിനെ കുറിച്ചൊക്കെ അദ്ദേഹം വലിയ തോതിൽ പാട്ടൊക്കെ പാടിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ അടിസ്ഥാനപരമായി നമ്മുടെ യഥാർത്ഥ വഴിയിലൂടെ ഭാരതത്തെ നയിക്കാനുള്ള മനോഭാവമായിരുന്നില്ല. മാർക്സിയൻ സിദ്ധാന്തവും അത് തന്നെയാണ്. മാർക്സിയൻ ആശയത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതവിരുദ്ധമാണ് മാർക്സിയൻ ആശയം. നമ്മൾ ആഗ്രഹിക്കുന്ന സമഗ്ര മാനവൻ എന്ന നിലയിലേക്ക് പണ്ഡിറ്റ് ദീൻദയാൽജിയൊക്കെ അവതരിപ്പിച്ച ഏകാത്മ മാനവ ദർശനത്തോട് ചേർന്നേ പോകുന്നതല്ല മാർക്സിയൻ സിദ്ധാന്തങ്ങൾ. ഈ പാൻ ഇസ്ലാമിക് മൂവ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് തികച്ചും മതമൗലികതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതാണ് മൗദൂദിയൻ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കുറച്ചുകൂടി ആളുകൾ പ്രയോഗിക്കുന്ന ജിഹാദിയൻ രീതിയൊക്കെ അതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ പൊതു സ്വഭാവം ഭാരതവിരുദ്ധത എന്നുള്ളതാണ്. അപ്പോൾ ഭാരതവിരുദ്ധതയ്ക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ മുന്നേറ്റം ഭാരതത്തിൽ എല്ലായിടത്തും കാണുന്നു, അത് കേരളത്തിലേക്ക് വ്യാപിക്കുന്നു എന്ന് കാണുമ്പോൾ അത് തടയാനുള്ള പരിശ്രമം, അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ ഈ വിജയം, മിന്നുന്ന വിജയം, നമ്മളത് നിഷേധിക്കുന്നില്ല. ആ വിജയത്തിൻ്റെ ആശയധാരയായി വർത്തിച്ചത് ഇത് 3 ചേർന്നാണ്. അല്ലെങ്കിൽ ഈ 3നെയും നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ജിഹാദിയൻ സിദ്ധാന്തങ്ങളാണ്, അല്ലെങ്കിൽ മൗദൂദിയൻ ആശയങ്ങളാണ്. ആ മൗദൂദിയൻ ആശയങ്ങൾ സമർത്ഥമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പൊതിഞ്ഞു വെച്ച തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളും മാധ്യമരംഗത്ത് പോലും നമുക്കത് കാണാൻ സാധിക്കും. കേരളത്തിലെ ഒരു പ്രത്യേക മാധ്യമം ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള, ഞാൻ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല, സാമാന്യ മര്യാദ അനുസരിച്ച് അവരുടെ പല പരിപാടികളും ഈ ദൃഷ്ടിയിലുള്ളതാണ്, ഈ ദിശയിലുള്ളതാണ്. വാർത്തയിലൂടെ ഉയർന്നു വരുന്ന വീക്ഷണങ്ങൾ, അതിനു പുറമെ വാർത്തയ്ക്കാധാരമായി അവർ അവതരിപ്പിക്കുന്ന ചില വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ ഏതാണ്ട് 99% ഭാരതവിരുദ്ധമായിട്ടുള്ളതാണ്, ദേശവിരുദ്ധ ശക്തികൾക്ക് കരുത്തു പകരുന്നതാണ്, രാഷ്ട്രം ഇന്ന് നയിക്കുന്ന ദേശീയ ജനാധിപത്യം അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അതല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ളതാണ്. അതിലൊക്കെ ഈ ആശയത്തിൻ്റെ അടിയൊഴുക്ക് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും ഒരു വൈജ്ഞാനികവും അതുപോലെ തന്നെ വളരെ ദിശാബോധമുള്ളതുമായ മറുപടികളിലൂടെ ജനം TV യുടെ പ്രേക്ഷകരെ കുറേ കൂടി ഉദ്ബുദ്ധരാക്കിയ സദാനന്ദൻ മാഷോട്
വളരെയധികം നന്ദി അറിയിക്കുന്നു. ജനം ടി വിക്കും അവതാരകൻ ഐസൻജിക്കും പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം.